നമ്മൾ സ്വീകരിക്കുന്നു. നമുക്കിപ്പോ അത്രയല്ല പറയാനുള്ളൂ. ഈ അള്ളാനോട് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു കുറവായിട്ടാണ് കാണുന്നത് എങ്കിൽ നമുക്ക് ആ കുറവ് കിടന്നോട്ടെ, കുഴപ്പമില്ല. പേറ്റിന് കൂട്ടിക്കൊണ്ടുവന്നേരോ ഒരു ദുആ ചെയ്തിട്ട് പോകുന്നത്, അള്ളാനോട് ദുആ ചെയ്തിട്ട് പോകുന്നത്, ബാക്കിയെല്ലാം വിടുക. അതൊരു മോശത്തരാണെങ്കിൽ മോശത്തരം കിടന്നോട്ടെ എന്ന്. അതുപോലെ തന്നെ ഒരു കുറ്റൂസറ്റ് പൊരേ കൂടലിന് ഒന്ന് അള്ളാനോട് ദ്വാരന്നിട്ട് എന്ത് ചെയ്യുക, പൊരേ കൂടുന്നത് അതൊരു മോശത്തരാണെങ്കിൽ അത് നമ്മൾ സ്വീകരിച്ചോളാം. അതുപോലെ തന്നെ ഒരു മയ്യത്തെടുത്ത് മുന്നിൽ വെച്ച് കൊണ്ടുപോവുകയാണ്, ആ സമയത്ത് എല്ലാവരും കൂടെ ഒന്ന് ദ്വാ ചെയ്ത് ആമീൻ പറഞ്ഞു പോകുന്ന ഒരു മോശത്തരാണെങ്കിൽ അതും നമ്മൾ സ്വീകരിക്കാം. എന്തായാലും അവർക്ക് വേണ്ടി നമുക്കൊരു കാര്യം പറയാം. ഇവിടെ അള്ളാഹുവിനോട് കൂട്ടമായി ദുആ ചെയ്യുന്നത് പരിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പനയാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ബൈജാൻ സാഹിബ് അവർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ബാക്കിയൊക്കെ വിടുക. ഇനി നബി ചെയ്തോ, സഹാബത്ത് ചെയ്തോ, ഖുലഫാ ഉർ റാഷിദൂൻ ചെയ്തോ, ഇതൊന്നും ഇവിടെ ചർച്ചയല്ല. പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. എന്ത്? കൂട്ടമായി ദുആ ചെയ്യാൻ. കൂട്ടം തെറ്റ് ദുആർക്കാനല്ല. നബി തങ്ങൾ അല്ലാഹ് പറയുന്നത് കൂട്ടമായി ദുആ ചെയ്യാനാണ്. എന്നിട്ടോ പരിശുദ്ധ ഖുർആൻ അവിടം കൊണ്ട് നിർത്തിയില്ല. കൂട്ടമായി ദുആ ചെയ്യുന്നതിനെ വിമർശിക്കുന്ന ആളുകൾ വന്നിട്ട് അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവരുടെ ഫിത്നയിൽ പെട്ടുപോകരുത്. പരിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാടാണത്. നിങ്ങൾ നോക്ക്, കൂട്ടുപ്രാർത്ഥന നടത്തണം എന്ന് പറഞ്ഞു. കൂട്ടുപ്രാർത്ഥന നടത്തണം എന്ന് മാത്രമല്ല ഖുർആൻ പറയുന്നത്. ആരെങ്കിലും അതിന്റെ വിമർശകരായി വരുന്ന ആളുകളുണ്ട്, അവരുടെ ഫിത്നയിൽ നിങ്ങൾ പെട്ടുപോകരുത്. ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹ് പറയാണ്. ഇതുപോലെ തെളിവ് ഇനി അതിന് രേഖ ഞാൻ പറഞ്ഞുതരാം. ഈ രേഖ ഉണ്ടായാൽ പോരെ, ഇനി അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും പോകാനുണ്ടോ? ഉണ്ടോ? ബൈജാൻ സാഹിബ് ചോദ്യകർത്താക്കൾ നിങ്ങളായതുകൊണ്ടായിരിക്കുന്നത്. ഇത് തന്നെ പോരെ, ഇനി അതിന്റെ അപ്പുറം എന്ത് രേഖയാ വേണ്ടി? കൂട്ടായിട്ട് പ്രാർത്ഥിക്കണം. ആരെങ്കിലും അതിന് എതിര് പറയുകയാണെങ്കിൽ ഓന്റെ വലയിൽ നിങ്ങൾ പെടരുത്. ഖുർആൻ പറഞ്ഞ ഇനി ഒരു മുസ്ലിമിന് അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു രേഖന്റെ ആവശ്യമുണ്ടോ? ഇല്ല. എന്നാ കേട്ടോളി. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹ ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. കേട്ടോളി, അർത്ഥാണ് പറയുന്നത്. ഇനി ആർക്ക് വേണമെങ്കിൽ നോക്കാം പയ്യോളി പറയുന്ന അർത്ഥം തെറ്റുണ്ടോ. വസ്ബിർ നഫ്സക, വസ്ബിർ നഫ്സക. ഞാൻ അർത്ഥം പറയണ്ട, ഇബ്നു കസീർ പറഞ്ഞോട്ടെ. ഇജ്ലിസ്, വസ്ബിർ എന്ന് പറഞ്ഞാൽ ഇരിക്കണം അവിടെ എന്നാണ്. വസ്ബിർ നഫ്സക, അവിടെ ഇരിക്കണം. മഅല്ലദീന യദ്ഊന റബ്ബഹും, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരോട് കൂടെ ഇരിക്കണം. കൂട്ടുപ്രാർത്ഥന ഉണ്ടോ? റബ്ബിനോട് ദുആ ചെയ്യുന്നവരോട് കൂടെ ഇരിക്കണം. എണീച്ചു പോവല്ല വേണ്ടേ? ഉണ്ടോ? മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്നത്? മനസ്സിലായോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഹലോ, ശബ്ദം കേൾക്കുന്നില്ലേ? വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും, റബ്ബിനോട് ദുആ ചെയ്യുന്നവരോട് കൂടെ ഇരിക്കണം, എഴുന്നേറ്റ് പോകരുത്. ബിൽ ഗദാതി വൽ അശിയ്യി, പ്രഭാത പ്രദോഷങ്ങളിൽ റബ്ബിനോട് കൂടെ, റബ്ബിനോട് ദുആ ചെയ്യുന്നവരോട് കൂടെ ഇരിക്കണം നിങ്ങൾ. എന്നിട്ടാ ഖുർആൻ പറഞ്ഞു എണീച്ച് പോകരുതെന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയാ, വലാ തഅദു ഐനാക അൻഹും, അവരെ തൊട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ തെറ്റിച്ച് കളയാൻ പാടില്ല. എന്തിനു വേണ്ടി? തുരീദു സീനത്തൽ ഹയാത്തി ദുനിയാ, ദുനിയാവിന് വഹാബികളെ കൂടെ കൂടിയാൽ എന്തെങ്കിലും ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അത് പ്രതീക്ഷിച്ച് കൂട്ടുപ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പോകരുത്. വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു, നാം ഹൃദയം അശ്രദ്ധവാന്മാരാക്കിയ ഈ കൂട്ടുപ്രാർത്ഥനയുടെ വിമർശകരുണ്ട്, അവർക്ക് നിങ്ങൾ വഴിപ്പെട്ടു പോകരുത്. വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ. പരിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാട് എത്ര ഭംഗിയ.
ഈ കൂട്ടുപ്രാർത്ഥനയെ വിമർശിക്കുന്ന വഹാബി മൗദൂദി ഇത്യാദികളൊക്കെ അവരെ കൂടെ കൂടിയ ദുന്യാവിൽ എന്തെങ്കിലും സംതിങ് കിട്ടിയെന്ന് വരും, സുഖം കിട്ടിയെന്ന് വരും. ആ സീനത്തുൽ ഹയാത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, കൂട്ടുപ്രാർത്ഥന നടത്തുന്നവരെയും വിട്ട് ഇവർക്ക് വഴിപ്പെട്ട് നിങ്ങൾ പോകല്ല കേട്ടോ. ബഹുമാനപ്പെട്ട സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറയുന്നു. ഇനി എന്ത് വേണം കൂട്ടുപ്രാർത്ഥന? വഹാബിക്ക് വഴിപ്പെടാൻ പാടില്ല എന്ന് പോലും ഖുർആൻ ഇത്ര വളരെ വ്യക്തമായി എഴുതി വെച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ഇനി എന്ത് വേണം? നിങ്ങൾ നോക്ക്. ഇല്ല, ഇത് വിശദീകരിക്കുകയാണ്. ഇനി കേട്ടോ, ഇത് പയ്യോളി പറഞ്ഞ അർത്ഥം തെറ്റാണ് എന്ന് പറയണ്ട. അതിനാണ് ഞാൻ പറഞ്ഞത്. ഇജ്ലിസ്, ഇരിക്കവിടെ എണീക്കരുത് എന്നാ പറഞ്ഞത്. ആരാ പറയണത്? മുജാഹിദീങ്ങൾ പോലും അങ്ങേയറ്റം വാഴ്ത്തി പറയുന്ന അല്ലാമ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഇജ്ലിസ്, ഇരിക്കവിടെ മഅല്ലദീന യദ്കുറൂനല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുന്നവരോട് കൂടെ ഇരിക്കണം. ദിക്ർ ഹൽഖ. ഇത് നബി ചെയ്തോന്ന് നോക്കണ്ടെങ്കിൽ സഹാബത്ത് ചെയ്തോന്ന് നോക്കല്ലേ, മറിച്ച് ഇജ്ലിസ് മഅല്ലദീന യദ്കുറൂനല്ലാഹ്, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്നവരോട് കൂടെ ഇരുന്ന് ദിക്ർ ചൊല്ലടോ, ഒറ്റക്ക് പോയിട്ടല്ല ചൊല്ലണ്ട്. വയുഹല്ലിലൂനഹു, തഹ്ലീൽ ചൊല്ലുന്നവരോട് കൂടെ ഇരുന്ന് ചൊല്ല്. വയഹ്മദൂനഹു, തഹ്മീദ് ചൊല്ലുന്നവരോട് കൂടെ ഇരിക്കൂ. വയുസബ്ബിഹൂനഹു, തസ്ബീഹ് ചൊല്ലുന്നവരോട് കൂടെ ഇരിക്കൂ. വയുകബ്ബിറൂനഹു, തക്ബീർ ചൊല്ലുന്നവരോട് കൂടെ ഇരിക്കൂ. എന്നിട്ടാണ് വീണ്ടും പറയുന്നു വയസ്അലൂനഹു, അള്ളാഹുവിനോട് ചോദിക്കുന്നവരോട് കൂടെ ഇരുന്ന് ചോദിക്കൂ. മനസ്സിലായോ? യസ്അലൂനഹു ദുആ, അള്ളാഹിനോട് ചോദിക്കുക, ദുആ. യസ്അലൂനഹു, അള്ളാഹിനോട് ചോദിക്കുന്നവരോട് കൂടെ ഇരുന്ന് ദുആ ചെയ്യ്. ബുകറതം വ അശിയ, പ്രഭാത പ്രദോഷങ്ങളിൽ, മിൻ ഇബാദില്ലാ, അള്ളാഹുവിന്റെ മഹാരഥന്മാരായ അടിമകളിൽ നിന്ന് റബ്ബിനോട് ചോദിക്കുന്നവരുണ്ട്, അവരോട് കൂടെ ഇരുന്ന് ചോദിക്ക്. ഒറ്റക്ക് പള്ളിന്റെ മൂലക്ക് മാറിയിരുന്ന് ചോദിക്കല്ലേ. ഇബ്നു കസീർ ആയത്ത് വിശദീകരിച്ചത്. ഇനി എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഭായിജാൻ സാഹിബേ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇനി ഒരുപാട് എനിക്ക് ആ വിഷയത്തിൽ പറയാനുണ്ട്. പക്ഷെ ഒരു മുസ്ലിമിന് ഇത് ധാരാളാണ്. വഹാബിക്ക് വഴിപ്പെടാൻ പാടില്ല. ഓല അഭിപ്രായം കൂടി അറിഞ്ഞു നോക്കി. ഓൾക്ക് മതിയായിട്ടുണ്ടോ? മതിയായിട്ടില്ലെങ്കിൽ പറയാൻ പറഞ്ഞോളി. എന്തായാലും മെനക്കെട്ടല്ലോ, ഓൾക്ക് ഇനി തീർപ്പുതി ആയിട്ടില്ലെങ്കിൽ പറയാൻ പറഞ്ഞോളി. തീർപ്പിലാന്ന് നേടാൻ കൊടുക്കുക. കാരണം ഒരാളും തെറ്റിപ്പോയത് ഇതൊന്നും ഖുർആന്റെ ഹദീസിലൊന്നും ഇല്ലാത്ത സുന്നികൾ വെറുതെ ഉണ്ടാക്കിയതാന്നൊക്കെ തോന്നിപ്പോകരുത്. വൈജാൻ സാഹിബ് വായിക്കെടുത്തോളൂ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സദാ മറുപടി വളരെ സന്തോഷമാണ്. എന്നാലും അവർക്ക് ഉള്ളൊരു ഇഷ്കാല്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാരായിരിക്കുന്ന ഏതെങ്കിലും ഖുലഫാഉ റാഷിദീങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതിന് ഒരു ഉസ്താദ് അതും കൂടി ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. അതെനിക്ക് മനസ്സിലാവാത്തൊരു ചോദ്യമാണത്. കാരണം ഖുർആൻ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റാതിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് തിരിയാത്തത്. അങ്ങനൊരു നിയമം ഇല്ല ഹബീബേ. അതൊരു തെറ്റായ കാഴ്ചപ്പാടാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ആ ഖുർആൻ പറഞ്ഞത് പിന്നെ വേറെ ഏതെങ്കിലും സഹാബത്ത് ചെയ്തിട്ടുണ്ടോ, അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഷാഫി ഇമാം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ട ഒരു ആവശ്യം ഖുർആന്റെ സ്വരീഹായ നസ്സിന്. ഖുർആനിന് അങ്ങനെ ചില കാഴ്ചപ്പാടുണ്ട്. ചിലതൊന്നും വ്യക്തമായിട്ടുണ്ടാവൂല, ബാഹ്യമായിട്ട് കാണൂല. അങ്ങനെയുള്ള ബാഹ്യമായ ഒരു വിഷയത്തില് പിന്നെ ഒരു വിഷയം ഖുർആൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്പഷ്ടമായിട്ട് ഖുർആൻ പറഞ്ഞിട്ട് അത് പിന്നെയും സഹാബത്തിനെ തേടി ചെയ്യരുത് എന്ന് തോന്നുന്ന ആളുകളാണ് അത് ചെയ്യുള്ളൂ. ഖുർആൻ ഒരു കാര്യം ഇത്ര വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും അത് ചെയ്യരുത് എന്ന് വിചാരിക്കുന്ന ഒരു ലെവലാണ് അവരെന്ത് ചെയ്യണത്. പിന്നെ ഇത് ചെയ്യാതിരിക്കാൻ എന്തൊക്കെ മാർഗമുണ്ട് നോക്കുന്ന ആൾക്കാരാണ് അങ്ങനെ പോവുക. അല്ല, ഇനിയിപ്പോ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു എന്ന് കാണിച്ചാൽ അത് ഒറ്റ പ്രാവശ്യം ഇല്ലെന്ന് ചോദിക്കും.
വേറൊരു പ്രാവശ്യം കാണിച്ചു കൊടുത്താലോ അത് 2 പ്രാവശ്യമല്ലേ നീക്കും. അല്ല, നബി ഇത് ചെയ്തിട്ട് സഹാബികൾ ആരും കണ്ടില്ല, എന്നാ പിന്നെ സഹാബികളെ ഫോളോ ചെയ്തതിനുള്ള തെളിവ് പറയും, അങ്ങനെ ചോദിക്കും. സഹാബത്തും ചെയ്തു എന്ന് കാണിച്ചാൽ അപ്പൊ പിന്നെ ചോദ്യം തരുക. അപ്പൊ അയിമത്തിന് വിറ്റൊന്നും തിരിഞ്ഞിട്ടില്ലല്ലേ, നബിയും സഹാബത്തും ഒക്കെ ഇത് സത്യത്തിൽ കളിയാക്കലാണ്. അതിന്റെ ശൈലി അതാണ്. ഞാൻ ആ സുഹൃത്തിനെ പറ്റിയല്ല കേട്ടോ പറയുന്നത്, ആ സുഹൃത്തുക്കളെ പറ്റിയല്ല, ആ ശൈലിയിൽ അങ്ങനെയാണ്. ഖുർആനിൽ രേഖയുണ്ടോ? ഉണ്ട് എന്ന് വന്നാൽ ബാക്കിയെല്ലാം ബാത്തിലായി പോയി. പിന്നെ ചർച്ചയെ അവിടെ നിന്ന് ഖുർആനിന്ന് രേഖ പറഞ്ഞു. ഇനി പോട്ടെ, ഖുർആനിന്ന് രേഖ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഖുർആൻ നബിക്ക് തരുന്നിട്ടില്ല, എന്നാ നബിയല്ലേ ചെയ്യേണ്ടത്, ഇങ്ങനെ ചോദിക്കുക. അപ്പൊ നബി ചെയ്ത് കാണിച്ചു, നബി ചെയ്തിട്ട് സഹാബികൾ അത് ഫോളോ ചെയ്തില്ലേ, ഉണ്ടെങ്കിൽ തെളിവ് പറയും. അണ്ടാ, ഇങ്ങനെ ഇത് വഹാബി ശൈലിയാണ്. കാരണം അവരൊരു നന്മ ചെയ്യാതിരിക്കാൻ എങ്ങനെയൊക്കെ ഉണ്ട് അതാണ് അവർ നോക്കുക. മനസ്സിലായില്ലേ? അതെ. ഞാനിപ്പോ ഒരു ഹദീസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹദീസിന്റെ സനദ്, ആ ഹദീസിന്റെ മതന്, ഇതിലൊക്കെ അങ്ങനെ വരും. അതൊന്നും വേണ്ട വെച്ചിട്ടാണ് ഖുർആൻ തന്നെ അങ്ങോട്ട് പറഞ്ഞത്. നിങ്ങൾ നോക്ക്, 1, 2 ഒന്നല്ല. ഇത് കേട്ടോളി. ബഹുമാനപ്പെട്ട അഹ്മദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഇബ്നു കസീർ തന്നെ, ഇനി മതനും സനദും ചോദിക്കണ്ടല്ലോ, എളുപ്പമാണല്ലോ. ഇബ്നു കസീർ തന്നെ ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഹദ്ദസനാ മുഹമ്മദ് ഇബ്നു ബക്കർ ഹദ്ദസനാ മൈമൂൻ അൽ-മർഇ ഹദ്ദസനാ മൈമൂൻ ഇബ്നു സയ്യാ അൻ അനസ് ഇബ്നു മാലിക് അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ ഖൗമിൻ ഇജ്തമഉ യസ്കുറൂനല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു വിഭാഗവും ഒരുമിച്ച് കൂടിയിട്ടില്ല. ഒരു വിഭാഗട്ടോ, ഒരു വ്യക്തിയെ പറ്റിയല്ല പറഞ്ഞത്, ഒരു വിഭാഗത്തിന്റെ കോലാണ് പറയുന്നത്. ലാ യുരീദൂന ബിദാലിക ഇല്ലാ വജ്ഹ, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ് അവർ ഒരുമിച്ച് കൂടിയത്. എന്നാൽ ഇല്ലാ നാദാഹും മുനാദിൻ മിനസ് സമായി, ആകാശത്തിൽ നിന്ന് ഒരു മലക്ക് അവർക്ക് വിളിച്ചു പറയും, അൻഖുമൂ മഗ്ഫൂറൻ ലക്കും, നിങ്ങൾക്ക് അല്ലാഹ് പുറത്തു തന്നിരിക്കുന്നു, എഴുന്നേറ്റോളൂ. ഖദ് ബുദ്ദിലത് സയ്യിആതുകും ഹസനാത്ത്, നിങ്ങളുടെ തിന്മകൾക്ക് പകരം നന്മയെ എഴുതപ്പെട്ടിരിക്കുന്നു, പകരമാക്കപ്പെട്ടിരിക്കുന്നു. ഇനി നോക്ക്, ഹദ്ദസന അബൂദാവൂദ് ഉദ്ധരിക്കുന്നു, അഹ്മദ് ഉദ്ധരിക്കുന്നു, അബൂ ഉമാമയെ തൊട്ട് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിലും കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിലും കാണാം. എന്താണ്? ലാ യഹില്ലു ലിറജുലിൻ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനം കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും അനുവദനീയമല്ല. എന്ത്? അയ്യ ഉമ്മ ഖൗമ, ഒരു ഖൗമിനെ ഇമാമ് നിൽക്കുക എന്നുള്ളത്, ഇല്ലാ ബിഇദ്നിഹിം, അവരുടെ സമ്മതമില്ലാതെ ഇമാമ് നിൽക്കുക എന്നുള്ളത്. ഇനി നോക്ക്, വലാ യഖുസ്സു നഫ്സഹു ബിദഅവത്തിൻ ദൂനഹും, അവരെ കൂടാതെ സ്വന്തമായി പ്രാർത്ഥിക്കുക എന്നതും. മനസ്സിലായോ? സ്വന്തമായിട്ട് പ്രാർത്ഥിക്കും മോലല്ലേ ഒഴിവാക്കി കണ്ട് സ്വന്തമായി പ്രാർത്ഥിക്കുക, അഥവാ കൂട്ടുപ്രാർത്ഥന നടത്താത്ത ഇമാമിൻ അത് അനുവദനീയമല്ല, ഹലാലല്ല. ഫഇൻ ഫഅൽ, അങ്ങനെ അവൻ ചെയ്താൽ ഫഖദ് ഖാനഹും, അവൻ ആ മഅ്മൂമിനെ വഞ്ചിച്ച വഞ്ചകനാണ് ആ ഇമാമ്. നബി തങ്ങൾ പറയാണ്, മഅ്മൂമിനെ വഞ്ചിച്ച വഞ്ചകനാണവൻ. മനസ്സിലായില്ലേ? ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നു, ഹദീസ് തെളിവിന് യോജിക്കുന്നതും പറ്റുന്നതുമാണെന്ന് തന്നെ ഇമാം തുർമുദി പറഞ്ഞുകൊണ്ട് സൗബാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. ലാ യഹില്ലു ലിംറുഇൻ അൻ യൻളുറ ഫീ ജൗഫി ബൈത്തി ഇംറുഇൻ ഹത്താ യസ്തഇദിന ഫഇൻ നളറ വദഖല വലാ യഉമ്മു ഖൗമൻ ഫയഖുസ്സു നഫ്സഹു ബിദഅവത്തിൻ ദൂനഹും വഇൻ ഫഅല ഫഖദ് ഖാനഹും. സെയിം ഹദീസ് തന്നെ. അണ്ടാ, ഇനിയും കേൾക്കണോ? ഇനിയും കേട്ടോളി. ഇത് ഒട്ടനവധി ഉണ്ട്, ഒരുപാട് രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇനി കുറെ പറയാനുണ്ട് സുഹൃത്തുക്കളെ, കേട്ടോ. ലാ യജ്തമിഉ ഖൗമുൻ, ഒരു ജനത ഒരുമിച്ച് കൂടൂല. ഫയദ്ഉ ബഅ്ലുഹും, ഒരാൾ ദുആർക്കുക, വയുഅമ്മിനു ബഅ്ലുഹും, മറ്റുള്ളവരെ ആമീൻ പറയുക. അങ്ങനെ ഒരു വിഭാഗവും ഒരുമിച്ച് കൂടിയിട്ടില്ല. ഇല്ലസ്തജാബല്ലാഹു ദുആഅഹും, പോരെ, അവർക്ക് അള്ളാഹു ഉത്തരം ചെയ്തിട്ടല്ലാതെ. ഒറ്റക്ക് ദുആർക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഒരാള് ദുആർക്കുക, മറ്റുള്ള ആൾക്കാർ ആമീൻ പറയുക. അങ്ങനെ ഒരു വിഭാഗവും ഒരുമിച്ച് കൂടിയിട്ടില്ല. അവർക്ക് അള്ളാഹു
ഇജാബത്ത് നൽകിയിട്ടല്ലാതെ, ഉത്തരം നൽകിയിട്ടല്ലാതെ, അവരുടെ ദുആ സ്വീകരിച്ചിട്ടല്ലാതെ. മനസ്സിലായില്ലേ? ഇനി ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് കേട്ടോളി. ഇനിയിപ്പോ നമ്മളെ വക പറഞ്ഞതാണ്, ഇതൊന്നും പറയണ്ട. ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുല്ല ഈ ആയത്തും ഹദീസും ഒക്കെ കണ്ട മഹാനാണ്. മഹാനവർകൾ പറയുന്നു, ശരിക്ക് കേട്ടോളി. അവിടുത്തെ മജ്മുഇൽ ശർഹുൽ മുഹദ്ദബിന്റെ 3452 ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് മഹാനവർകൾ പറയുന്നു, വഖദ് ദക്കർന, നാം പറഞ്ഞിട്ടുണ്ട്, ഇസ്തിഹ്ബാബ് الذിക്രി വദ്ദുആഇ ലിൽ ഇമാമി വൽ മഅ്മൂമി വൽ മുൻഫരിദി വഹുവ മുസ്തഹബ്ബുൻ അഖിബ കുല്ലി സ്വലാത്തി بلا خلاف وأما ما اعتاده الناس أو كثير منهم من تخصيص دعاء الإمام بصلاتي الصبح والعصر فلا أصل له وإن كان قد أشار إليه صاحب الحاوي فقال إن كانت صلاة لا يتنفل بعدها كالصبح والعصر واستدبر القبلة واستقبل الناس ودعا وإن كانت مما يتنفل بعدها كالظهر والمغرب والعشاء فيختار أن يتنفل في منزله وهذا الذي أشار إليه من التخصيص لا أصل له بل الصواب استحبابه في كل الصلاة ويستحب أن يقبل على الناس فيدعو. അവിടെയാണ് നമ്മൾ പോയിന്റ്. ഫയുസ്തഹബു, സുന്നത്ത് എന്താണ്? അൻ യഖ്ബല, അവൻ മുന്നിടലാണ്, അലന്നാസി, ജനങ്ങളുടെ മേലിൽ, ഇമാമ്. എന്നിട്ടോ ഫയദ്ഉ, ദുആ ചെയ്യുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? ഇമാമിനും മഅ്മൂമിനും ദുആ എടുക്കല് അത് സുന്നത്താണ്. ഫഖദ് ദക്കർന ഇസ്തിഹ്ബാബ് الذിക്രി വദ്ദുആഇ ലിൽ ഇമാമി വൽ മഅ്മൂമി, ഇമാമിനും മഅ്മൂമിനും. അത് ജമാഅത്തായിട്ടുള്ള ദുആനെ കുറിച്ചാണ് പറയുന്നത്. അത് ഒട്ടനവധി ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് പോണില്ല. എന്തായാലും സുഹൃത്തുക്കൾക്ക് വിഷയം മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി ഓക്കെ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ദുആയിരുന്നു. അതിനിപ്പോ എന്താ പറയാനുള്ളത്? നിസ്കാരത്തിന് ശേഷം ദുആയിരുന്നത് കണ്ടോളി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം. സല്ലല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഫജ്റ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹി നിസ്കരിച്ചു. സുമ്മ അഖ്ബല അലൽ ഖൗം, പിന്നെ ജനങ്ങളടുത്തേക്ക് തിരിഞ്ഞിങ്ങോട്ടിരുന്നു. ഫഖാൽ, ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനതിനാ വബാരിക് ലനാ ഫീ മുദ്ദിനാ വസാഇനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഹറമിനാ വബാരിക് ഫീ ശാമിനാ. فقال رجل, ഒരാൾ പറഞ്ഞു, وفي العراق فسكت ثم أعاد قال الرجل ففي عراقنا فسكت ثم قال اللهم بارك لنا في مدينتنا وبارك لنا في مدنا وسعينا اللهم بارك لنا في شامنا اللهم اجعل مع البركة بركة والذي نفسي بيده ما من مدينة شعب ولا نقب إلا وعليه ملكان يحرسانها حتى تقدموا عليها. നിങ്ങൾ നോക്ക്, സിൽസിലത്തു സഹീഹൽ അൽബാനി അടക്കം കൊണ്ടുവന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹിക്ക് ശേഷം ദുആ ചെയ്തിരുന്നു. ജനങ്ങൾക്ക് മുന്നിട്ട് കൊണ്ട് കൂട്ടമായി ദുആ ചെയ്തു. ഇനി എന്താ വേണ്ടത്? നബി എന്നതായിരുന്നു എന്നുള്ളതിനും രേഖയായി. ഇങ്ങനെ കൂട്ടുപ്രാർത്ഥന എന്ന് പറഞ്ഞതിന് ഇഷ്ടം പോലെ രേഖ ഉണ്ട്, ഇഷ്ടം പോലെ രേഖ. ഞാൻ അതിലേക്ക് ഇൻഷാ അല്ലാഹ് ഇനി പോകണില്ല. ബൈജാൻ സാഹിബ് ഒന്ന് മൈക്കെടുത്തോളി. മതിയായിട്ടുണ്ട്, ഇനിയും വേണോ? ഇനിയും ആണെങ്കിൽ അന്നേരം ഇനിയും പറയാലോ. മൈക്കെടുത്തോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈർ ഉസ്താദെ. വളരെ റാഹത്തും സന്തോഷമായി. ഒരുപാട് സംശയങ്ങൾ അതിൽ നിന്ന് തീർന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അൽഹംദുലില്ലാ. ഇതിരുന്നാലും പരിശുദ്ധ ഹറമിൻ്റെ മുറ്റത്താണ് ഞങ്ങളൊക്കെ ഉള്ളത്. 10 മിനിറ്റ് ഹറമിലേക്ക് പോവാനുള്ളൂ. എന്നിരുന്നാലും എപ്പോഴും ഹറമിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. ഇൻഷാ അല്ലാഹ് ക്ലാസ് റൂമിലുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ചും പയ്യോൾ ഉസ്താദിനും കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടി പ്രത്യേകം എപ്പോഴും ദുആയിൽ ഉണ്ടായിരിക്കും എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. ഒരു സഹോദരന് ഒരു സംശയം കൂടി
ഒരു ചോദിക്കാനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഞാൻ മൈക്ക് കൊടുക്കാം. ഒരു മിനിറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഉസ്താദെ, ദുആനെ പറ്റി പറഞ്ഞത് വളരെ സന്തോഷമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ബാരിക് ലനാ ഫീ മുദ്ദിനാന്നൊക്കെ ദുആ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. എങ്കിലും നബി തങ്ങൾ ദുആ ചെയ്യാതെ എഴുന്നേറ്റ് പോയ സമയമുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഖത്തീബുമാർ ജുമാക്കൊക്കെ ദുആക്ക് പങ്കെടുക്കാതെ എഴുന്നേറ്റ് പോകുന്നവരെ അല്ലാതെ ഗൗരവത്തോടു കൂടി സംസാരിക്കാറുണ്ടല്ലോ. ഇപ്പോൾ ദുആ എന്ന് പറഞ്ഞതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരി. എങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ മാത്രം ദുആ ചെയ്താൽ പോരെ. ഇങ്ങനെ വിധങ്ങൾ എണീച്ചു പോയ സമയം ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ് ബാറക്കല്ലാഹ്. അതെ, അതുകൊണ്ടാണ് അത് സുന്നത്താന്ന് പറഞ്ഞത്. സുന്നത്താണ് ദുആ എന്നാ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് സുന്നത്തിനെ ബയാൻ ചെയ്യാൻ നബിതങ്ങൾ എഴുന്നേറ്റും പോയിട്ടുണ്ട്, നബിതങ്ങൾ ദുആ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് സുന്നത്തില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മളെ നാട്ടിലുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വശാതാണ്. സുന്നത്തില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മളെ നാട്ടിലുണ്ട്. അവരോട് മുശാബഹത്ത് ഉണ്ടാകും. ഒരു ഇമാമ് എഴുന്നേറ്റ് പോയാൽ മൻ തശബ്ബഹ ബിഖൗമിൻ വഹുവ മിൻഹും, ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകും. ഉണ്ടാവാൻ പാടില്ല. ഇനി എത്ര തിരക്കുണ്ടെങ്കിലും ഒരു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് പറയുക, മറ്റുള്ള ആൾക്കാർ ആമീൻ പറഞ്ഞ് എഴുന്നേറ്റ് പോവുക. കാരണം അവരോടുള്ള പിന്നെ ആ ഒരു വൈരുദ്ധ്യം കാണിക്കാൻ വേണ്ടി. കാരണം അത് സുന്നികൾക്ക് നിർബന്ധമാണ്. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അവിടുന്ന് രേഖപ്പെടുത്തിയത് കാണാം. അഹ്ലുൽ ബിദ്അത്തിനോട് അവരുടെ പ്രവർത്തനങ്ങളിൽ എതിരായിരിക്കണം എല്ലാ വിഷയത്തിലും. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ഉദാഹരണോട് ഞാൻ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഫോർ എക്സാമ്പിൾ, തറാവിഹ് 20 റക്അത്താണ് പരിപൂർണമായത്. എന്നാൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ തറാവിഹ് ആവില്ലേ? ആകും. പക്ഷെ പൂർണ്ണതയില്ല. 2 റക്അത്തിന്റെ കൂലി കിട്ടും. 4 റക്അത്ത് നിസ്കരിച്ചിട്ട് വേണമെങ്കിൽ ഓന് പോകാം, കുഴപ്പമില്ല. 6 റക്അത്ത് നിസ്കരിച്ചിട്ട് ഓന് വേണമെങ്കിൽ പോകാം, കുഴപ്പമില്ല. ബട്ട് 8 നിസ്കരിച്ചിട്ട് അവൻ പോകരുത്. കാരണം അവിടെ മുനാസബത്ത് ഉണ്ടാകും, മുശാബഹത്ത് ഉണ്ടാകും. ലി അഹ്ലിൽ ബിദ്അ വേണോ 6 പോയിക്കോട്ടെ, അല്ലെങ്കിൽ 10 നിസ്കരിച്ചിട്ട് പോയിക്കോട്ടെ. പക്ഷെ 8 നിസ്കരിച്ചിട്ട് പോകരുത്. പോയാൽ അതിന്റെ കൂലി കിട്ടൂലെന്നല്ല, കാരണം ആ ഒരു എന്തുണ്ടാവും, അഹ്ലുൽ ബിദ്അത്തിനോടുള്ള ഒരു അതുണ്ടാവും. അത് ഉണ്ടാവരുത്. അത് ഉണ്ടാവാതിരിക്കാനാണ് ബഹുമാനിപ്പാന്മാരായ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറയുന്നത്. അല്ലാതെ അത് നിർബന്ധമായത് കൊണ്ടല്ല. അത് അഹ്ലുൽ ബിദ്അത്തിനോട് പിന്നെ എന്ത് വരും, എന്തായാലും മലയാളം പറയാ, ഇടക്കിടയ്ക്ക് മലയാളം കിട്ടാത്ത വലിയ അടങ്ങാറാ. സാദൃശ്യമുണ്ടാവും. ആ സാദൃശ്യം ഈ വയസ്സ് കാലോ സമയം വൈകിയ നേരോ ആ സമയത്ത് ഇതൊക്കെ പറയാനേ നാവിന് വലിയ അടങ്ങാറാ. എന്തായാലും ആ സാധനം ഉണ്ടാവും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ഡിതന്മാര് പറയുന്നത് എന്ത് ഈ വിഷയത്തിൽ കുറച്ച് കടിഞ്ഞാൻ പിടിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഇവിടെ ഉണ്ട്. ഇപ്പോ ബിദ്അത്തിന്റെ കക്ഷിയോട് എതിരാവുക, അത്ര നമ്മളതിൽ കാണേണ്ടുള്ളൂ. അല്ലാതെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നരകത്ത് പോകുന്നല്ല. പക്ഷെ ഇത് ചെയ്യാൻ പാടില്ല. ബിദ്അത്താന്ന് പറയുന്ന ആളുകൾക്ക് കോണി വെച്ചു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ അങ്ങനെ വിട്ടു പോകരുത്. ഒരു റബ്ബനാത്തിന പറയാ, മറ്റുള്ള ആൾക്കാർ ആമീൻ പറഞ്ഞു പോയ പ്രശ്നം അവിടെ തീരും. മനസ്സിലായില്ലേ? ഞാൻ വിഷയം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തിനാണ് ഇത്ര കടുംപിടുത്തം പിടിക്കുന്നത് എന്നുള്ള സുഹൃത്തിന്റെ ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. ഓക്കെ, ശുക്രൻ ജസാക്കുമുള്ള അടിച്ചിട്ടുണ്ട്. ജസാക്കുമുള്ള മറന്നുപോയതാണെങ്കിൽ നമ്മളെ പിന്നെ ബൈജാൻ സാഹിബേ ശുക്രൻ അടിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ് ആഫുവാൻ. ഓക്കെ, പിന്നെ എന്തൊരു നമ്മളെ അബൂറഫ് എന്തൊരു സിമിലർ ടീന്നോ എന്തൊക്കെ ഒന്ന് പറയുന്നുണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ.